ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യം, അവൻ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ പഠിപ്പിക്കും. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കും. പാപത്തെപ്പറ്റി മനസ്സിലായി കഴിയുമ്പോൾ പശ്ചാത്തപിക്കുവാനും യേശുവിലേക്ക് തിരിയുവാനും നാം പരിശ്രമിച്ചാൽ നാം ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണ് ചെയ്യുന്നത്. വചന വായനയും ധ്യാനവും അതിന് നമ്മെ ഒരുപാട് സഹായിക്കും. സ്നേഹമുള്ളവരെ, സെന്റ് അഗസ്റ്റിൻ തൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നു, തനിക്ക് മാനസാന്തരത്തിലേക്ക് നയിച്ച വചനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഓരോ വിശുദ്ധരുടെയും ജീവചരിത്രം എടുത്തു നോക്കിയാൽ ഇതുപോലെ അവരെ സ്വാധീനിച്ച പല വചനങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, ഈശോ തന്നെ പറയുന്നു, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. സ്നേഹമുള്ളവരെ, വചനം കൂടുതൽ വായിക്കുവാനും വചനത്തെപ്പറ്റി ധ്യാനിക്കുവാനും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന പ്രേരണ അനുസരിച്ച് നമ്മുടെ പാപങ്ങൾ മനസ്സിലാക്കി അതിനെ തിരുത്തി നല്ലൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.